മിനിസ്റ്റർ, നമ്മുടെ മലയോര മേഖല ജനങ്ങളാകെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പ്രതിപക്ഷം ആ സമരമുഖം ഏറ്റെടുത്ത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഒരു വലിയ സമരയാത്ര നടത്തുന്നു. ആദ്യം ഈ പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നമുക്ക് പിടികൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞോ? കടുവയെ പിടികൂടാൻ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടാണ്. ആ പാർട്ടിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 100ഓളം ഫോറസ്റ്റ് വാച്ചർമാരുൾപ്പെടെയുള്ളൊരു ടീമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്തുകയും ഇപ്പോൾ ഇതിനെ നരഭോജിയായ ഒരു വന്യമൃഗം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് നിയമപരമായ തടസ്സമില്ല. അപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുകയും കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കണ്ടതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ മിനിസ്റ്റർ, അവിടെ കടുവയുണ്ട് എന്നുള്ളതും ആ കടുവ അവിടെ കറങ്ങി നടക്കുന്നുള്ള വിവരം നാട്ടുകാർ പറഞ്ഞിട്ടും ആ കടുവയെ പിടികൂടാൻ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഒരാളെ കൊല്ലുന്ന ശേഷമാണ്, നരഭോജിയായ ശേഷമാണ് ഇപ്പോൾ അതിനെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നത്. അല്ലാതെ നേരത്തെ വനംവകുപ്പിനെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിനിടയിൽ ആ പരാതിയുടെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചക്ക് ഇടയാക്കിയ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. അത് വേറൊരു വഴിക്ക് പോകേണ്ടതാണ്. കാരണം കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു പരിശോധനയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ശിക്ഷാവിധികളും ഇപ്പോൾ നടക്കേണ്ട അടിയന്തര റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകേണ്ടതില്ല. അത് രണ്ടായിട്ട് തന്നെ നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഭീതിയിലാണെന്നുള്ളൊരു വസ്തുത നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനിടയാകത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ നിരാകരിച്ചിട്ട് കാര്യമില്ല. ഈ രണ്ട് വസ്തുതയോടും സത്യസന്ധമായ ശരിയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള നിയമങ്ങളും പരിമിതികളും അനുസരിച്ച് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരമാണുള്ളത്. ഒന്ന്, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഒരു 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ അനുകൂലമായ നിലപാടല്ല കിട്ടത്. കേരള നിയമസഭ തന്നെ അക്രമകാരികളായ വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് വെടിവെക്കാനുള്ള അവകാശത്തിനനുസരിച്ച് നിയമഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ നടത്തുകയും കേരള നിയമസഭ പ്രമേയം പാസ്സാക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ നിയമത്തിൻ്റെ വരിഞ്ഞുകെട്ടലിനിടയിലാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുള്ളത്. അവർക്ക് നിയമം അനുസരിക്കുകയും വേണം, ജനങ്ങളുടെ വികാരം മാനിക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി നടത്തുകയും വേണം. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു അങ്കലാപ്പിൽ അവരുണ്ട് എന്നൊരു വസ്തുതയും നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോൾ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമം മാറട്ടെ എന്ന് പറഞ്ഞ് നിസ്സംഗരായി നോക്കി നിൽക്കുക എന്നതല്ല ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. അവരുടെ രക്ഷക്കുതകുന്ന വിധത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. എന്ത് പരിപാടികളാണ് നമ്മൾ നേരത്തെ തന്നെ ഇപ്പം വയനാട്ടിൽ തന്നെ പുൽപ്പള്ളിയിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എത്ര വിജയകരമായാണ് ആ കടുവയെ പിടിക്കാനും അതിനെ നാടുകടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തും. അതേസമയത്ത് തന്നെ ഇപ്പോഴുള്ളത് ഒരു സാഹചര്യം വയനാട് മാത്രമല്ല, കേരളത്തിൽ നിലവിലുള്ള ഈ സാഹചര്യം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ആ സാഹചര്യം വിലയിരുത്തുന്നതിന് നാളെ 11 മണിക്ക് വയനാട്ടിൽ വെച്ച് തന്നെ സംസ്ഥാനതല ഉന്നത യോഗം ചേരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വനം വകുപ്പ് മേധാവി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തുടങ്ങിയ പ്ലാനിംഗ് ആൻഡ് ഫോറസ്റ്റ് പ്ലാനിങ്ങിൻ്റെ ഉദ്യോഗസ്ഥൻ തുടങ്ങിയ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ഫിനാൻസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ എന്താണോ ഇതിനൊക്കെ വേണ്ടത് ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെയാണ് അവിടെ വെക്കുന്നത്. തീർച്ചയായും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയെയും ആ കാര്യത്തിൽ സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വയനാട്ടിൽ നിന്നുള്ള മന്ത്രി OR കേളുവും ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ, ഇന്ന് പ്രതിപക്ഷം സമരത്തിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൽ മലയോരത്ത് സമരം തുടങ്ങുന്നു. മലയോര ജനത മുഴുവൻ ആശങ്കയിലായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം അതിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാവും. തീർച്ചയായും പ്രതിപക്ഷം ഒരവസരം കിട്ടുമ്പോൾ അത് മുതലെടുത്ത് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിനെ അത്ഭുതത്തോടു കൂടിയല്ല നമ്മൾ കാണുന്നത്. അത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിനെ നമ്മൾ വിമർശിച്ചിട്ടോ ശരിയല്ലെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അത് അവരവരുടെ പ്രവർത്തനം നടത്തട്ടെ. എന്നാൽ ആ പ്രവർത്തനങ്ങളിലെ സത്യസന്ധതയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് സത്യസന്ധത?
അവർ ഈ സമരം പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവർ സമരം പ്രഖ്യാപിച്ചത് കേരള വനസംരക്ഷണ നിയമത്തിലെ ഭേദഗതികളോടുകൂടിയ കരട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ആ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിൽ തീരുമാനിച്ചത്. മറ്റതൊക്കെ അനുബന്ധമായി വന്നു ചേർന്നതാണ്. ഇപ്പോൾ ഈ 2-3 ദിവസത്തുണ്ടായ സംഭവം ഉണ്ടായപ്പോഴല്ലല്ലോ തീരുമാനിച്ചത്. അപ്പോൾ ആ യഥാർത്ഥ മുദ്രാവാക്യം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശികവും ജനങ്ങളെ ദുരിതവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരിക്കും അവർ തയ്യാറാക്കുന്നത്. പക്ഷേ അവരങ്ങനെ പ്രതിഷേധിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അവഗണിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉപദേശവും തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ തന്നെയോ അല്ലെങ്കിൽ ഉപദേശത്തോടു കൂടി ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകാനാണ് ഗവൺമെൻറ് ആഗ്രഹം. പ്രതിപക്ഷം സമരം ചെയ്താലും ഇല്ലെങ്കിലും സർക്കാർ നടപടിയെ മുന്നോട്ട് പോകും. അവസാനമായിട്ട് ഈ രാധ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടിലേക്ക് വനംമന്ത്രി നേരിട്ട് പോകുമോ? പല സ്ഥലത്തും പ്രതിഷേധം ഉണ്ടാവും, വനംമന്ത്രി അവിടെ പ്രത്യക്ഷപ്പെടാറില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് റിപ്പോർട്ടർ ചാനലിൻ്റെ മാത്രം ആക്ഷേപമാണ്. കാരണം ഇന്നലെ ഞാനത് കേട്ടു. ഏറ്റവും ഒടുവിൽ ആദിവാസി കരുളായിൽ പോയപ്പോൾ അവിടുത്തെ ഈ സമരം നടത്തിയ MLA ആ വീട് കണ്ടിട്ടില്ലല്ലോ. അവിടെ ഞാനാണല്ലോ 2-3-2.25 മണിക്കൂർ കൊടുങ്കാട്ടിലൂടെ സഞ്ചരിച്ചെത്തിയത്. വയനാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന പൗലോസിൻ്റെ മരണമുണ്ടായപ്പോൾ അപ്പോൾ മാത്രമാണ് ഞാൻ പോകാതിരുന്നത്. എന്നാൽ ജനരോഷം ആളിക്കത്തുന്നതിനിടയിൽ അവരെ ഒന്ന് സ്വാധീനപ്പെടുത്തി ഒരു അന്തരീക്ഷം മെച്ചമാകുന്നതിന് മുമ്പേ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കണം. ആ സാഹചര്യം എൻ്റെ രക്ഷയല്ല, അത് ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നതാണ്, പോലീസുകാർ നോക്കുന്നതാണ്. അപ്പോൾ പോലീസുകാരുടെ സഹായത്തോടു കൂടി അവരെ അടിച്ചേൽപ്പിച്ച് പോകാനല്ലല്ലോ ഉണ്ട്. അവരുടെയും കൂടി സമ്മതത്തോടു കൂടി പോവുകയാണല്ലോ ഏറ്റവും നല്ലത്. ജനങ്ങളുടെ സമ്മതത്തോടു കൂടി അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ സ്നേഹിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ വയനാട്ടിൽ പോയല്ലോ. അല്ല, അത് ആവശ്യമാണെങ്കിൽ പോവും. അപ്പം മന്ത്രി പോവുക എന്നത് അവിടുത്തെ ഒരു പ്രശ്നത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ സഹായകമാകുമെങ്കിൽ അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നടപടിയുടെ ഭാഗമായി മന്ത്രി അവിടെ പോകേണ്ടതുണ്ടെങ്കിൽ. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ മിനിസ്റ്റർ, ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ 2018 ഉത്തരവ് പ്രകാരം 10 ലക്ഷം രൂപയാണ് ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2023 കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അവരും പറയുന്നു 10 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ 2024 ഒരു സ്പെഷ്യൽ ദുരന്തമായി ഈ വന്യജീവി ആക്രമണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഡിസാസ്റ്ററായിട്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ 4 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ഈ ഇൻഷുറൻസിൻ്റെ തുകയുണ്ട്. ടോട്ടൽ 25 ലക്ഷം വേണം എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അതിലെന്താണ് ഒരു സാങ്കേതികത്വം ഉള്ളത്? അല്ല, നഷ്ടപരിഹാരം എത്രയും വേണമെന്ന് ആവശ്യപ്പെടാം. കാരണം സർക്കാർ ഉത്തരവുകളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു 10 ലക്ഷം ഉണ്ട്. ഒരു വ്യാഖ്യാനമാണ്. ഒന്നാമത്, കേന്ദ്ര സർക്കാർ ഒരാൾ കൊല്ലപ്പെട്ടാൽ 10 ലക്ഷം രൂപ വെച്ച് ഇവിടെ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കാണിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ്. ഈ കഴിഞ്ഞ വർഷം 100-ലധികം പേർ മരിച്ചത്. 100 × 10 1 കോടി തരണ്ടേ? 10 കോടി തരണ്ടേ? തന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ സ്റ്റേറ്റിന് കൊടുക്കാമെന്നാണ്. ഇവരുടെ ഔദാര്യമാണോ സ്റ്റേറ്റിന് കൊടുക്കാൻ? കേന്ദ്ര ഗവൺമെൻറ് പണം നൽകുന്നുണ്ട്. എന്തിനാണ്? ടൈഗർ റിസർവ്, വയനാട് ടൈഗർ റിസർവ്, ഇങ്ങനെ നമ്മുടെ 25 ദേശീയ ഉദ്യാനങ്ങൾക്കും പിന്നെ വന്യജീവി സങ്കേതത്തിൻ്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഓരോ പ്രോജക്റ്റിനും പണം തരുന്നുണ്ട്. ആ പ്രോജക്റ്റിൽ സുരക്ഷ, ജീവനക്കാരുടെ കാര്യങ്ങൾ തുടങ്ങി വിവിധ കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻറ്റിൽ ഒന്ന് മാത്രമാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊത്തം സംഖ്യയുടെ 8, 1, 9, 10 ഘടകങ്ങളുള്ളതിൽ ഒരു ഘടകമായി കാണുകയും അതിൻ്റെ പെർസെൻറ്റേജ് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ശതമാനം കണക്കാക്കി നമുക്ക് 1,72,00,000 രൂപ മാത്രമേ കിട്ടൂ. കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട കേന്ദ്ര വനം വന്യജീവി പരിസ്ഥിതി മന്ത്രി MP-മാർക്ക് കൊടുത്ത മറുപടിയിൽ ഞങ്ങളിങ്ങനെ 10 കൊടുക്കുന്നുണ്ട്. 2, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആയി പ്രഖ്യാപിക്കാനിടയായ കാരണം വനം വകുപ്പിൻ്റെ പ്രവൃത്തികളെ സഹായിക്കാനാണ്, പുറമേയല്ല. അപ്പോൾ 10 ലക്ഷം രൂപ വനം വകുപ്പ് കൊണ്ടുവരുന്ന പണം കണ്ടെത്താനാകാത്ത ദുസ്ഥിതി ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വരെ സഹായിക്കാൻ വനം വകുപ്പിനെ സഹായിക്കാൻ കഴിയും. അങ്ങനെ 4ഉം 6ഉമായാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മറുപടി. അതായത് 10 ലക്ഷം രൂപയാണ് കർഷകർക്ക് കിട്ടുക. പക്ഷേ പ്രഖ്യാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു 10 ലക്ഷമുണ്ട്, 2018 വനം വകുപ്പിൻ്റെ ഒരു 10 ലക്ഷമുണ്ട്, അതുപോലെ 4 ലക്ഷം രൂപ ഡിസാസ്റ്ററിനുണ്ട്. പക്ഷേ അതൊക്കെ ഈ 10 ലക്ഷം എന്ന് പറയുന്ന 2018 ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമായിട്ടാണ്, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക്, കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്.